ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ പവർ ഓഫ് PYQ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിലെ ചോദ്യ പേപ്പറുകളുടെ പവർ വരാനിരിക്കുന്ന പരീക്ഷകളിൽ എത്രത്തോളം ഉപകരിക്കും, അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. 2026 നമുക്കറിയാം, ഇത്രത്തോളം PSC പരീക്ഷകൾ നടത്താൻ പോകുന്ന ഒരു വർഷം ഈ ഇടക്കാലത്തുണ്ടായിട്ടില്ല. എല്ലാ തസ്തികകളിലേക്കും പരീക്ഷ നടക്കാൻ പോവുകയാണ്. 2027 ആകുമ്പോഴത്തേക്കും LP UP കൂടെ പരീക്ഷ നടക്കും. 2026 CPO, WCPO, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ്, അതിൻ്റെയൊക്കെ പരീക്ഷകൾ വരുന്നു. അതോടൊപ്പം തന്നെ കമ്പനി ബോർഡ് LGSൻ്റെ പരീക്ഷ, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം, ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ വരാനിരിക്കുകയാണ്. ഈ പരീക്ഷകൾക്ക് നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു പരീക്ഷ നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അതുമായി ബന്ധപ്പെട്ട സിലബസ് പരിപൂർണമായും പഠിക്കുക എന്നതാണ് ഒരു പ്രാഥമിക ഘട്ടം. ആ സിലബസ് വ്യക്തമായി പഠിക്കുക. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ എന്തെല്ലാമാണോ പഠിക്കാനുള്ളത് അതെല്ലാം വ്യക്തമായി പഠിക്കുക എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു കൃത്യമായ പഠനമില്ലാതെ പരീക്ഷ എഴുതാൻ പോയാൽ പരാജയപ്പെടും എന്നതാണ് നിലവിലെ സ്ഥിതി. അതുകൊണ്ട് സിലബസ് വ്യക്തമായി എല്ലാ പോയിന്റുകളും കൃത്യമായി കവർ ചെയ്ത് സിലബസിൽ ഒന്നും തന്നെ മിച്ചം വെക്കാതെ പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക എന്നുള്ളതാണ്. രണ്ടാമത്, അതിനോടൊപ്പം കുറച്ചും കൂടി പല കുട്ടികളും PSCയുടെ സിലബസ് എല്ലാം കവർ ചെയ്തിട്ടും നന്നായിട്ട് നോക്കിക്കൊണ്ട് പോയിട്ടും പരാജയപ്പെട്ട ഒരുപാട് പേരുണ്ട്. പക്ഷേ ഓരോ പരീക്ഷ എഴുതുമ്പോഴും പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് തന്നെ മനസ്സിലാകും. ഞാൻ ഈ ഒരു ഏരിയയിലാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്, അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയർ അല്ല, ഒരു ഇയറൊക്കെ മാറിപ്പോകുന്നുണ്ട്, അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു, 2-3 എണ്ണം കൂടി ശരിയാക്കാൻ പറ്റുമായിരുന്നു, പിന്നെ എക്സാമിനേഷനിൽ സമയം തികഞ്ഞില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഉദ്യോഗാർത്ഥിക്ക് തോന്നും. പക്ഷെ അടുത്ത പരീക്ഷ എഴുതുമ്പോഴത്തേക്കും അവരതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ബ്രെയിന് തന്നെ നടത്തും. അങ്ങനെ ഒരു 2-3 പരീക്ഷയൊക്കെ എഴുതി കഴിയുമ്പം, അല്ലെങ്കിൽ ഒരു 4-5 പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേനും പതുക്കെ നമ്മൾ കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തിത്തുടങ്ങും. പിന്നീടാണ് നമുക്ക് റാങ്കിലേക്ക് എത്തിച്ചേരാൻ കഴിയാൻ. ഒരു മെജോറിറ്റി ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ചില ആൾക്കാർ ഒറ്റ പരീക്ഷയ്ക്ക് എഴുതി PSC ജോലിയിൽ കയറിയ അങ്ങനെയുള്ള ഭാഗ്യവാന്മാരൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണ്, ഇങ്ങനെയാണ് സാധാരണ PSCയുടെ ഒരു ജേണി. ഒറ്റ പരീക്ഷ കൊണ്ട് ആദ്യത്തെ പരീക്ഷ തന്നെ നമുക്ക് കിട്ടി, PSC കിട്ടി, ജോലിയിൽ പ്രവേശിക്കണം എന്നില്ല. അങ്ങനെ പ്രവേശിക്കാൻ പറ്റാതെ ഒന്നുമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റും. അത് നമ്മുടെ ലെക്ക് ഫാക്ടറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ പഠിക്കുന്നതിനോടൊപ്പം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ നമ്മൾ PYQ കൂടി നോക്കുക. PYQ നന്നായിട്ട് നോക്കുക. പിന്നെ പല ആൾക്കാരും യൂട്യൂബിൽ ഞാൻ PSCക്ക് റാങ്ക് വാങ്ങിയത് ഈ വഴിയിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കുറേ ഒരു അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ പറയും. നമ്മളും അത് ഫോളോ ചെയ്യാൻ തുടങ്ങും. പക്ഷേ എനിക്കെന്തോ ആ രീതിയോട് വലിയ ഒരു സമ്മതം ഇല്ല, വലിയൊരു ഇതില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും വേഴ്സറ്റൈലാണ്, നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്, നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെക്കാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ ബുദ്ധിയും നമുക്ക് പഠിക്കുന്ന രീതികളൊക്കെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഞാൻ പഠിക്കുന്ന രീതി ആയിരിക്കില്ല നിങ്ങളുടേത്, നിങ്ങൾ പഠിക്കുന്ന രീതി ആയിരിക്കില്ല എൻ്റേത്. ഞാൻ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുക, രണ്ടാമത് നമ്പർ ഓഫ് ടൈംസ് വായിക്കുക. ഇതാണ് എൻ്റെ പരിപാടി, ഇതാണ് എൻ്റെ ഒരു ലേണിംഗ് മെത്തേഡ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മാത്രം മതിയാവും. ചില ആൾക്കാർ ക്ലാസ്സുകൾ കാണണമെന്നില്ല, വായിച്ചായിരിക്കും പഠിക്കുക. അതൊക്കെ ഓരോരുത്തരും ഓരോ രീതിയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എൻ്റെ രീതി എന്ന് പറയുന്നത് ക്ലാസ് കൃത്യമായി കാണുക, ഒരു നല്ല ക്ലാസ് കാണുക, രണ്ടാമത് വായനയുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അപ്പോൾ പീരിയോഡിക് ടേബിളാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഞാൻ കേട്ട കാര്യങ്ങളെല്ലാം നിരവധി തവണ മറ്റുള്ളവർ വായിക്കുന്നതിനേക്കാളും കൂടുതൽ അതിനെക്കുറിച്ച് വായിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ എന്ത് ചെയ്യുക, എൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് ലോങ് ടേം മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് നല്ല രീതി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ ഞാൻ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ വേറെ ചില ആൾക്കാർ പറയും, ഞാൻ
20 മണിക്കൂർ പഠിക്കുമായിരുന്നു, 18 മണിക്കൂർ പഠിക്കുമായിരുന്നു. ഞാനത് ആ ഒരു കാര്യത്തിലൊരു തീരുമാനം പറയുന്നത്, നിങ്ങൾക്ക് എത്ര സമയം കിട്ടുമോ അത്രയും സമയം നിങ്ങൾ പഠിക്കണം. വേറെ നമ്മുടെ മനസ്സ് ഒരിക്കലും പുറകിലോട്ട് പോകാതിരിക്കാൻ നമ്മുടെ നിരന്തരമായ പഠിച്ചതിനെ തന്നെ വീണ്ടും വായിക്കുന്നത് സഹായിക്കും. അതേപോലെ ഈ ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുമ്പോൾ വേറൊരു പ്രശ്നമുള്ളത്, നമുക്ക് എളുപ്പമുള്ളത് കൂടുതൽ പഠിക്കാനായിട്ട് നമുക്കൊരു മനസ്സിലൊരു ടെൻഡൻസി ഉണ്ടാവും. എളുപ്പമുള്ളത് അല്ല പഠിക്കേണ്ടത്, നമ്മൾ സിലബസിലെല്ലാം പഠിക്കണം. എല്ലാത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. കേരള നവോത്ഥാനത്തിനുള്ള അതേ പ്രാധാന്യം തന്നെയാണ് മാത്തമാറ്റിക്സിനും അതേപോലെ ഇംഗ്ലീഷിനും മലയാളത്തിനും ഒക്കെ ഉള്ളത്. കേരള നവോത്ഥാനം പഠിക്കാനൊക്കെ നമുക്കൊരു ആവേശമാണ്. ആ ആവേശം തന്നെ മറ്റെല്ലാ വിഷയങ്ങളിലും വേണം. എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അത് എല്ലാവരും ഓർമ്മിച്ചോണം. കാരണം നമുക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥ തലത്തിലേക്ക് നമുക്ക് എത്താൻ എടുക്കുന്ന ഒരു എഫേർട്ടായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അത്യാവശ്യം എഫേർട്ട് എടുത്താലേ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പൊ സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഉറപ്പൊന്നുമില്ല. ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, PYQ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് PYQ എന്ന് ഉദ്ദേശിക്കുന്നത് 2025, 24, 23 വർഷങ്ങളിൽ നടന്ന മുഴുവൻ പരീക്ഷകളുടെയും ചോദ്യ പേപ്പറുകളും അതിനെ അടിസ്ഥാനമാക്കിയുള്ള നല്ലൊരു ക്ലാസ്സും വേണം. എന്നിട്ട് നമ്മൾ അധ്യാപകർ തന്നെ പറഞ്ഞു തരും, ഇതിനകത്ത് ഈ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇത് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, അവർ നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് കൂടെ കിട്ടിയാൽ നിങ്ങൾ കുറച്ചുകൂടി നല്ല ഉദ്യോഗാർത്ഥിയിലെ മത്സരാർത്ഥിയായി മാറും. അതിനാണ് നമ്മൾ PYQ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ PYQ പഠിക്കാൻ ഞാൻ കുറേ നാൾ കൊണ്ട് ഇന്ന ഈ PSC ക്ലാസ്സുകൾ എടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഞാൻ PYQന്റെ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുകൂടി പറയാനാണ് ഇന്ന് ഈ ഒരു PYQനെ കുറിച്ച് സംസാരിക്കുന്നത്. ആ PYQ ബാച്ചിൽ 1000 രൂപയാണ് എൻ്റെ ഫീസ്. പക്ഷേ ഇയർലി ബേർഡ് ഓഫർ ആയിട്ട് 399 രൂപയ്ക്ക്, എത്രയാണ്, 399 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് ഞാനിവിടെ കൊണ്ടുവരുന്നുണ്ട്. 399. ആദ്യത്തെ 100 കുട്ടികൾക്ക് മാത്രം, 100 ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം. അത് കഴിയുമ്പോൾ ഫീസ് പഴയതാവും. 399 ഒരു 10-11 രൂപ GST ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ് യൂട്യൂബില് ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പിനകത്ത് നിങ്ങൾ PYQ സെഷൻ എന്ന് പറഞ്ഞൊരു സ്ലൈഡ് കാണും. അതിലൊന്ന് ഒരു തമ്പനയിൽ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ബൈ നൗ എന്ന് കൊടുത്തേക്കും. ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ കാണും. പേയ്മെന്റ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്തു നിന്നുള്ള ക്ലാസ്സുകൾ കണ്ടു തുടങ്ങാം. ഓരോ ക്ലാസ്സായി കാണുക. അതിനകത്ത് ശീതസമരമുണ്ട്, അതിനകത്ത് വൈക്കം സത്യാഗ്രഹമുണ്ട്, അതിനകത്ത് നിസ്സഹകരണ സമരമുണ്ട്, അതിനകത്ത് GKയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടുകയും അതിനോടൊപ്പം തന്നെ 2025 ഇങ്ങനെയൊക്കെയാണ് പരീക്ഷ നടന്നത്, ആ ചോദ്യത്തെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി സാറ് പറയും. അങ്ങനെ വളരെ ചെറിയ സമയം, നമ്മളൊരു ഷോർട്സ് കാണുന്ന ആ ഒരു ലാഘവത്തോടെ വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ട് നമുക്ക് പഠിച്ച് മുന്നേറാനും കഴിയും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് നിന്നു, അപ്പോൾ നമ്മളിപ്പോൾ ഒരിടത്ത് പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്സ് കണ്ടു കളയുന്ന സമയത്ത് ഈ ആപ്പ് തുറക്കുക, PYQ എടുക്കുക, ഒരു ക്ലാസ് കാണുക. അങ്ങനെ വളരെ രസകരമായി നമുക്ക് പ്രോഡക്റ്റീവായിട്ട് അങ്ങനെയുള്ള ലെഷർ ടൈമിലേക്ക് നമുക്ക് വിനിയോഗിക്കാൻ പറ്റും. അപ്പം എന്നാൽ ഫലത്തിൽ എന്താണ്, നമ്മൾ PSC പഠിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 2 ക്ലാസ് കാണുക. നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, പക്ഷെ PYQ പഠിക്കുമ്പോൾ നിങ്ങളൊരു 50 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് എല്ലാവരും ഈ കോഴ്സ് എടുക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് 399 രൂപ എന്ന് പറയുന്ന ഒരു ഫീസിലേക്ക് ഞാനിത് ആർക്കും ഫീസ് ഒരു ബുദ്ധിമുട്ടാവരുത്. ക്ലാസ് മാരകം, HD ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ അത്ര നല്ല ക്ലാസ് ആയിരിക്കും, അടിപൊളിയായിരിക്കും ക്ലാസ്. അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. മുഴുവൻ PYQവും ഈ റീസെൻ്റ് ആയിട്ടുള്ള PYQവും എടുക്കണം എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ചോദിക്കുന്നത് പഴയ ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് ചെയ്ത്, ഒരിക്കലുമല്ല. ഇപ്പം ഏകദേശം ഒരു 4-5 വീഡിയോസാണ് ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ ദിവസവും 2 വീഡിയോ അല്ലെങ്കിൽ 1 വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്ത് തരും. അത് ചില ദിവസങ്ങളിൽ 5 വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഞാനകത്ത് ഇങ്ങനെ ക്ലാസ്സുകൾ ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പരീക്ഷ വരെയും റെഗുലറായി ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. അന്നന്ന് തരുന്ന ക്ലാസ്സുകൾ അന്നന്ന് കണ്ടുവരിക.
ഓക്കെ. അപ്പോൾ ഫീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമാണോ? അല്ല. ഫീസ് ആർക്കെങ്കിലും പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഓക്കെ. ഈ 399 രൂപ ആർക്കും പ്രശ്നമാകാനുള്ള സാധ്യത ഇല്ല. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട, നമ്മുടെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് പറയുന്നത് 88-911. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. 88-911-270-74. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ഞാൻ നമ്പർ കൊടുത്തേക്കാം. 88-911-270-74. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഓഫീസ് നമ്പറുണ്ട്. നിങ്ങൾക്ക് വിളിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഫീസ് സ്റ്റാഫ് പറഞ്ഞു തരും. നിങ്ങൾ കൃത്യമായിട്ട് ഈ PYQ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ച് കോഴ്സിൽ വേണമെങ്കിൽ ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കൃത്യമായ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്കിന്റെ ക്ലാസ്സും കിട്ടും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകളെല്ലാം കൃത്യമായി ഫോളോ ചെയ്യുക. ഒരു ക്ലാസ് പോലും ഉപയോഗപ്രദമല്ലാത്ത ക്ലാസ് ഇല്ല. എല്ലാം നിങ്ങളെ പരീക്ഷയ്ക്ക് സഹായിക്കുന്ന ക്ലാസ്സുകളാണ്. മാസ്റ്റർ ക്ലാസ്, അതേപോലെ PYQ സെഷൻ, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ തുടങ്ങുന്ന കുറേ സാധനങ്ങൾ, 5000+ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ വേറൊരു സെഷൻ, ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ചാനൽ ഹാജാസ് ക്ലാസ്സസ് എന്ന ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഹാജാസ് ക്ലാസ്സിന്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.